മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ഗവൺമെൻറ് കൂടി ചുമതലയാണെന്ന് മുഖ്യമന്ത്രിയും രണ്ട് ഭാഗവും ന്യായീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ വിട്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് എന്നെ കൊല്ലുന്നത് തടയാൻ ഗവൺമെൻറ് അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് എന്നുള്ളതാണ്. ഒരു കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ അപജയവുമാണ്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ അപജയവുമാണ്. ഈ പൗരപ്രമുഖരുമായിട്ടുള്ള രാവിലത്തെ ഡിസ്കഷനിൽ എന്താണ് പദ്ധതികൾ ഉണ്ടായതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. അതായത് CPM-ന് അല്ലെങ്കിൽ LDF-ന് വിശിഷ്യ CPM-ന് ആവശ്യമുള്ള ആളുകളാണ് ഈ പൗരപ്രമുഖരെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ നാളെ ചീട്ടുകളി നടത്തുകയോ നിങ്ങൾ നാളെ വേറെ എന്തെങ്കിലും ചെയ്യുകയോ അതൊന്നും ഗവൺമെന്റിന് പ്രശ്നമല്ല. നിങ്ങൾ പണം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ അവസ്ഥയിലാക്കിയതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളാരാണ്? എല്ലാ കാലത്തും പിണറായി ആയിരിക്കില്ല മുഖ്യമന്ത്രി. ഇന്നലെ അവിടെ അല്ലെങ്കിൽ ഇന്ന് അവിടെ പോയി കുത്തിയിരിപ്പ് നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ സ്ഥിതിമൊത്തം മാറും. പ്രതിപക്ഷ നേതാവ് മറ്റേ ഇതിന്റെ അടുത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണ്ടെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇത് എവിടെയാണ് രാജേഷ് ഇത്? കാരണം കേരളം വലിയ അധപ്പതനത്തിലേക്കാണ്. പണിയെടുത്താൽ കാശ് കിട്ടും, പണിയെടുത്തില്ലെങ്കിൽ 5 ഇരട്ടി കാശ് കിട്ടും. അപ്പൊ എന്റെ തോന്നൽ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതികളും എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ പെർസെന്റേജ് കിട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന മഹാരഥയാത്ര ഇപ്പോൾ ആലപ്പുഴയിൽ എത്തി നിൽക്കുകയാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധിക്കാൻ, അതായത് കറുത്ത തുണിയൊക്കെ ആയിട്ട് പ്രതിഷേധിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അതിമാരകമായ രീതിയിൽ മർദ്ദിച്ചൊതുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് മർദ്ദിക്കുന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുറത്തിറങ്ങി വന്ന് ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ അതുപോലെ തന്നെ KSUക്കാരൊക്കെ അതിമാരകമായി ആക്രമിക്കുന്ന സംഭവം പ്രോട്ടോകോൾ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് ഗവൺമെൻറ് കൂടി ചുമതലയാണെന്ന് മുഖ്യമന്ത്രിയും രണ്ട് ഭാഗവും ന്യായീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ആളുകൾ വിട്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് എന്നെ കൊല്ലുന്നത് തടയാൻ ഗവൺമെൻറ് അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രതീഷ്, ഈ പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ്. എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ തന്നെ നമ്മൾ പറയുണ്ടായി, കർണാടകയ്ക്കെതിരെ നടന്ന അതിഭീകരമായ പ്രതിഷേധവും വണ്ടി തടയാൻ ശ്രമിക്കലും പോലീസ് മർദ്ദനവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പഴയങ്ങാടിയിൽ, കണ്ണൂരിലെ പഴയങ്ങാടിയിലാണ് ഈ ആദ്യമായിട്ട് പ്രതിഷേധവും പൂച്ചട്ടി കൊണ്ടുള്ള പ്രതിരോധവും ഒക്കെ നമ്മൾ കണ്ടത്. അത് വന്ന് ഇപ്പോൾ അതൊരു വേറൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ രതീഷ് എങ്ങനെ ഇത് നോക്കിക്കാണുന്നു ഈ വിഷയത്തെ? കേരളത്തിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ടാവും. പക്ഷേ ആ കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് അടിയും ഉണ്ടായിട്ടുണ്ട്, ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അടിച്ച ആളുകളുടെ തല പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ഉണ്ടായിരുന്ന ഒരു കാര്യം, ഈ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തെ ഏറ്റെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവുകയും അല്ലെങ്കിൽ അത്തരത്തിൽ കുറേ കൂടി മുതിർന്ന ആളുകൾ വന്ന് ഏറ്റെടുക്കുകയും ചില MLA-മാർ അതിന് സമരത്തിന് തയ്യാറാവുകയും KPCC പ്രസിഡന്റ് ആർജവത്തോടെ ഏറ്റെടുക്കുകയും പ്രതിപക്ഷ നേതാവ് അത് വന്ന് ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് CPM പ്രതിപക്ഷത്തായിരിക്കുമ്പോഴാണ്. കാരണം വളരെ കൃത്യമായി ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു, അതിനെതിരെ അടിച്ചമർത്തലുണ്ടാകുന്നു, അടിച്ചമർത്തലിനെതിരെ വീണ്ടും അതിനേക്കാൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. അപ്പോൾ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അതില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഉള്ളത് ഒരു 4 or 5 വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ ഒക്കെ ചെന്ന് എന്ത് ചെയ്യുന്നു, പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധത്തിൽ അവർക്ക് നന്നായിട്ട് അടി കിട്ടുന്നു, അവർ വീട്ടിൽ പോകുന്നു, അവർ വീട്ടിൽ പോയി ചുരുണ്ടുകൂടുന്നു, വധശ്രമത്തിന് ഒരുപക്ഷെ അവർക്കെതിരെ കേസെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഒരു കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ അപജയവുമാണ്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ അപജയവുമാണ്. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് ചില സമര പരിപാടികൾ, അതായത് KSU ഒക്കെ ആഹ്വാനം ചെയ്ത സമരം, ഇപ്പൊ ഷൂ എറിയും എന്ന് പറഞ്ഞൊരു സമര പരിപാടി പെരുമ്പാവൂരായിരുന്നു. ആ പെരുമ്പാവൂർ ഷൂ എറിഞ്ഞു. അതിനുശേഷം KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഷൂ എറിയുന്നതാണ്. അപ്പോൾ പിന്നീട് കോൺഗ്രസിന് അതിനെ തള്ളി പറയേണ്ടത്, കോൺഗ്രസ് പറയുന്നത് ഷൂ ഒരു ആവശ്യമുള്ള സാധനമാണ്, അത് ഞങ്ങൾ എറിഞ്ഞു കളയേണ്ടതല്ല എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യമില്ലാത്തതാണ് എറിയുന്നത്. ഇപ്പോൾ കറുത്ത തുണി ആവശ്യമില്ലാത്തതാണോ? പക്ഷെ ഇത്തരത്തിൽ എറിയുന്നു. ഇത് അതിക്രൂരമായി ഒരിക്കലും ഇല്ലാത്ത വിധം നേരിടാൻ തീരുമാനിക്കുന്നു. നേരിടുന്നത് എങ്ങനെ? 2 തരത്തിൽ നേരിടും. ഒന്ന്, രാജേഷ് ഇപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഒരു പരിധിവരെ ക്ഷമിക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതായത് പോലീസുകാർ ചുരുണ്ടുകൂടിയിരിക്കുന്ന പയ്യനെ കടന്നാക്രമിക്കുന്നു, അടിച്ചൊതുക്കുന്നു. ഗൺമാൻ അടക്കമുള്ള സെക്യൂരിറ്റി ഗാർഡ്സിന് അവരുടെ ചുമതലയിൽ പെടാഞ്ഞിട്ടും അവരിതിനോട് തീവ്രമായിട്ട് പ്രതികരിക്കുന്നു. കഴിഞ്ഞ തവണ കണ്ണൂരും അത് കണ്ടതാണ്, ഇവർ പ്രതികരിക്കുന്നു. ഇതിനേക്കാളൊക്കെ വലിയ കാര്യം രാജേഷേ,
ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംരക്ഷിക്കാനാണ് ഇവിടെ പോലീസ് ഉള്ളത്, ഇവിടെ നിയമമുള്ളത്, ഇവിടെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത്. 45ഓളം അകമ്പടി കാറുകളിൽ അദ്ദേഹം നടക്കുന്നത്. എന്തിനാണ് പിന്നെ ഒരു ഡിവൈഎഫ്ഐക്കാർ കൂടി വരുന്നതെന്ന് പറയുന്ന ചോദ്യമുണ്ട്. അതായത് ഡിവൈഎഫ്ഐക്കാർ. പിന്നെ ഇതുകൊണ്ട് തീരുന്നില്ല രാജേഷ്. ഇപ്പൊ ആലപ്പുഴയിൽ ജോബിൻ എന്നാറ്റിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു, അത്തരത്തിലുള്ള ഒരു മറ്റേ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയോ ആയിട്ടുള്ള ഒരു നേതാവ്, ജില്ലാ തലത്തിൽപ്പെടുന്ന ഒരു നേതാവിന്റെ വീട് കയറി ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചിരിക്കുകയാണ്. നമ്മൾ എത്രയോ ആളുകളെ കണ്ടതാണ്, എത്രയോ CPO മുതലിക്കോട്ടുള്ള എത്രയോ ഭരണാധികാരികളെ കണ്ടതാണ്. അവരുടെ ചെവി മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ എക്സ്ട്രീം ആയിട്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനുശേഷം SFI എത്രത്തോളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, DYFI എന്തോരം നടത്തിയിട്ടുണ്ട്. DYFI SFI ഒക്കെ നടത്തിയ പോലെയുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ വേറെ ആരും കേരളത്തിൽ നടത്തിയില്ല. അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ട് പക്ഷെ പിറ്റേ ദിവസം ഒരു രാഷ്ട്രീയ സംഘടന തന്നെ മുഖ്യമന്ത്രിയെ ചെറുക്കാൻ വേണ്ടി വരുന്നു. ഇതിന്റെ അൾട്ടിമേറ്റ് കാര്യം രാജേഷ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? രാജേഷ് അറിയേണ്ടത് ശരിക്കും ഇപ്പൊ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ലെവലിലാണ് ഇവിടെ ഭരിക്കുന്നത്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഗവൺമെന്റ് മെഷറി ഉപയോഗിക്കുന്നു മാത്രമല്ല, അവിടെയുള്ള പാർട്ടി മെഷറിയും കൂടി എന്താണ് ഇവരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അല്ല, ഈ അത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ റെഡ് വളണ്ടിയർ മാർച്ചൊക്കെ നടത്തുന്ന സമയം ഞാൻ ചെറുപ്പത്തിൽ ചോദിച്ചിട്ട് എന്തിനാണ് ഈ റെഡ് വളണ്ടിയർ. അപ്പോൾ ഇപ്പോഴും വരുന്നു, ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർക്കാർ വരുന്നു, ഈ ഞങ്ങളുടെ സർക്കാർ വരുന്നത് ഞങ്ങളുടെ മിലിറ്ററി ആയിട്ട് വരും. ഇപ്പോഴും അവർ മിലിറ്ററി ആയിട്ട് ഉപയോഗിക്കുക, പോലീസായി ഉപയോഗിക്കുന്നു. പോലീസും കോടതിയൊക്കെ നമ്മുടെ പാർട്ടിക്ക് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീതി നടപ്പിലാക്കാനൊക്കെയുള്ള പോലീസുകാർ, അല്ലെങ്കിൽ ന്യായം നടപ്പിലാക്കാനുള്ള പോലീസുകാരൊക്കെ യഥാർത്ഥത്തിൽ നിയമം കയ്യിലെടുക്കുന്ന ഡിവൈഎഫ്ഐക്കാരുടെ മുന്നിൽ ഒളിച്ചിരിക്കുക ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്കാർ നിയമം കയ്യിലെടുക്കുന്നത് പോലീസ് നിസ്സഹായമായി നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ്. ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറഞ്ഞാൽ VIP സുരക്ഷ മാത്രം സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഹിഗിറ്റെ പോലെ ഇറങ്ങി ഗോളടിക്കേണ്ട ആളുകളല്ല എന്നുള്ളതാണ് വിഷയം. അത്രേ ഉള്ളൂ. അല്ല, ഇതില് ഈ ഗൺമാന്മാർക്കൊക്കെ ഇങ്ങനെ ഇറങ്ങാം രാജേഷ്, ഇറങ്ങാനുള്ള ഒരു താല്പര്യം തോന്നും. അത് ആളുകൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു ഗൺമാൻ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? കുടുംബത്തിന് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നു. സാധാരണ ഡൈയിങ് ഹാർനസിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്തു, മറ്റേ ആളുടെ ഭാര്യയ്ക്ക് ജോലി കിട്ടുന്നു. അത് പക്ഷെ അർഹതപ്പെട്ടതാണ്, പോട്ടെ എന്ന് വിചാരിക്കാം. സർവീസിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നു. വളരെ നിരാലംബരായിട്ടുള്ള ആളുകളല്ല അവർ. പക്ഷെ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും CMDRF-ൽ നിന്നും 20 ലക്ഷം രൂപ കൂടി കൊടുക്കുന്നു. അപ്പൊ ഇത് വലിയൊരു കാര്യം ഇപ്പൊ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരു രാജാവ് ഭരിക്കുകയാണെങ്കിൽ ആ രാജാവിനോട് കൂറാർക്കാണ് എന്നുള്ളത് പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ വലിയ പാരിതോഷികങ്ങളും വലിയ സമ്മാനങ്ങളും കിട്ടുമെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഒന്നുകിൽ രാജേഷ് ഇതുപോലെ തെരുവിൽ, ഇപ്പൊ പാവപ്പെട്ട ഗൺമാനെ സംബന്ധിച്ചോളം തെരുവിൽ ചാടി വീണ് പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ MV നികേഷ് കുമാറിനെ പോലെ റിപ്പോർട്ടർ ചാനലിലെ എഡിറ്റേഴ്സ് മീറ്റിൽ പ്രതിരോധിക്കാം. അപ്പൊ അതല്ലെങ്കിൽ ചില സാംസ്കാരിക നായകന്മാർക്ക് പ്രസ്താവന നടത്തിക്കൊണ്ട് പ്രതിരോധിക്കാം. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ പ്രതിരോധം ഉൾപ്പെടുന്ന ശരിക്കും ഒരു കാലകേയന്റെ സൈന്യം പോലെ ഒരു സൈന്യത്തെ ഇവിടെ കൃത്യമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ നവകേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ നവകേരള യാത്ര അങ്ങനെ അഭംഗുരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ നവകേരള യാത്ര തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നത് കേരളത്തിലെ ജനങ്ങളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇതുവരെയുള്ള ഭരണ നേട്ടങ്ങൾ പറയുകയും ഒപ്പം ഇനി നടപ്പിലാക്കാനുള്ള, അതാത് പ്രദേശങ്ങളിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉള്ള പരാതികളിൽ തീർപ്പ് ഏൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ പ്ലാൻ ആണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ ജനങ്ങളിൽ നിന്ന് മേടിച്ച ആയിരക്കണക്കിന് അപേക്ഷകൾ, ഇപ്പോൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് അപേക്ഷകൾ തന്നെ ആയിക്കഴിഞ്ഞു, പരാതികളായി കഴിഞ്ഞു. അതിലൊക്കെ തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച്. പിന്നെ മാത്രം ഈ രാവിലെകളിൽ നടക്കുന്ന ഡിസ്കഷനുണ്ട്. അതായത് പൗരപ്രമുഖരായി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ആരാണ് ഈ പൗരപ്രമുഖർ, എന്താണ് അവരുടെ ക്രൈറ്റീരിയ, അവർ തിരഞ്ഞെടുക്കുന്നതിലെന്നൊക്കെയുള്ള ഇപ്പോഴും സംശയമുണ്ട്. ഈ പൗരപ്രമുഖരുമായിട്ടുള്ള രാവിലത്തെ ഡിസ്കഷനിൽ എന്താണ് പദ്ധതികൾ ഉണ്ടായതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള എനിക്ക് ഒരു വിവരമില്ല, അതുകൊണ്ട് ചോദിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ? ഈ രണ്ട് തരത്തിലുള്ള ഡിസ്കഷനുകളുണ്ട് എന്നുള്ളതാണ് രാജേഷ് നമുക്ക് അനൗദ്യോഗികമായി കിട്ടുന്ന വിവരം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾക്കാണ്. പൗരപ്രമുഖർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു ഒരു സ്ഥലത്തെ വളരെ പ്രധാനപ്പെട്ട ദിവ്യനാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവും. അതാണ് മാധ്യമം. നിങ്ങളിപ്പോൾ നാളെ ചീട്ടുകളി നടത്തുകയോ നിങ്ങൾ നാളെ വേറെ എന്തെങ്കിലും ചെയ്യുകയോ അതൊന്നും ഗവൺമെൻറ് പ്രശ്നമല്ല, നിങ്ങൾ പണം ഉണ്ടാവുക. രണ്ടാമത്തത് പൗരപ്രമുഖരാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രാദേശിക നേതാവാണ്, അപ്പോൾ അദ്ദേഹത്തിന് ഒരു 500 വോട്ടോടെ സ്വാധീനിക്കാൻ കഴിയുന്ന പോട്ടെ ആളാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹവും ഒരു പൗരപ്രമുഖനാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. അതായത് CPM-ന് അല്ലെങ്കിൽ LDF-ന് വിശിഷ്യ CPM-ന് ആവശ്യമുള്ള ആളുകളാണ് ഈ പൗരപ്രമുഖരെന്ന് പറയുന്നത്. ഇതിൽ രാജേഷെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുവരെയുള്ള എടുത്തു നോക്കിയാൽ ഇതിൽ ചില ഡീലുകളും ചില ഉറപ്പിക്കലുകളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ
ഇതിനകത്ത് ഇപ്പോൾ സ്പോൺസേഡ് ആയിട്ട് ഒരുപാട് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നുണ്ട്. ആ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്ന ആളുകൾ ഇതിലേക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. രാജേഷ് ഗോർമെന്റ് അറിയായിരിക്കും, ഇപ്പൊ മമ്മൂട്ടിയും ശ്രീനിവാസനും ഒക്കെ കൂടി ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോയപ്പോൾ അവിടെ ശരിക്കും മമ്മൂട്ടി ഒരു ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് മമ്മൂട്ടി ശ്രീനിവാസനും കൂടി ചെല്ലുമ്പോൾ അവിടെ ഒരു 150 പേര് നിൽക്കുകയാണ്. അപ്പോൾ 150 പേരെന്ന് പറഞ്ഞാൽ അവർ വളരെ അധികാരത്തോടു കൂടി മമ്മൂട്ടിയുടെ അടുത്ത് വന്നിരിക്കുകയും സംസാരിക്കുകയും പിന്നെ മമ്മൂട്ടിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരാളെ 2 പേരെ 3 പേരെ 10 പേരൊക്കെ ആണെങ്കിൽ സഹിക്കും. ഇത് രാജേഷ് മമ്മൂട്ടി മറ്റേ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നേക്കാണ്. അപ്പൊ മമ്മൂട്ടിയുടെ സ്വഭാവം അറിയില്ലോ, മമ്മൂട്ടി ക്ഷുഭിതരാവുകയും സംഘാടകരോട് തട്ടിക്കയറുകയും ഈ വന്ന ആളുകളോടൊക്കെ തട്ടിക്കയറുകയും ചെയ്തു. അപ്പോൾ വന്ന ആളുകളോട് തട്ടിക്കയറിയപ്പോൾ അവർ പറയുന്ന ഒരു വാചകം കേട്ട് മമ്മൂട്ടി ഞെട്ടി. കാരണം കൂടുതൽ ഡയലോഗൊന്നും ഒഴിക്കണ്ട, 2000 ദിർഹം കൊടുത്തിട്ടാണ് ഞങ്ങളെ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വിചാരിച്ച വേണ്ടത് ഇത് ശരിക്കും മമ്മൂട്ടിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാം, മമ്മൂട്ടിയുടെ ഒപ്പം ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് ടിക്കറ്റ് വിറ്റിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ അതേപോലെയുള്ള ചില ടിക്കറ്റ് വിൽപ്പനകൾ ഇനി വിൽക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഇപ്പൊ കരിമണൽ പോലെയുള്ള പല പരിപാടികളും വിൽക്കുന്ന ആളുകളൊക്കെ പൗരപ്രമുഖരാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാട്ടോ, വളരെ വലിയ പൗരപ്രമുഖരുണ്ട്, അവരെ എന്തായാലും ഈ മോർണിംഗ് മറ്റേ ഫുഡ് കഴിക്കാനൊന്നും വിളിക്കുന്നില്ല, അവരൊക്കെ അല്ലാതെ കാണും. ഇതിപ്പോ മാത്രമല്ല, ഇത് 2024 തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഞാൻ പറയുന്നത്, 2026 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് കൂടുകയാണ്. ആ കൂടുന്ന പരിപാടിക്ക് എന്റെ ചോദ്യരാശി ഇതൊന്നുമല്ല, ഇതൊക്കെ ഇവിടെ നടക്കും എന്ന് പറഞ്ഞാൽ അധികാരം ആരെയാണ് ദൂഷിപ്പിക്കാത്തതെന്ന് പറഞ്ഞാൽ വലിയ ചോദ്യമുണ്ട്. പക്ഷെ പ്രശ്നം അധികാരം ഇല്ലാത്ത പ്രതിപക്ഷം എങ്ങനെയാണ് ദൂഷിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതമാണ്. ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യം, എല്ലാ കാലത്തും പിണറായി ആയിരിക്കില്ല മുഖ്യമന്ത്രി. ഇത് KC വേണുഗോപാലോട് എനിക്ക് പറയാനുള്ളത്, KC വേണുഗോപാൽ ഇത് പ്ലീസ് നിങ്ങൾ ആദ്യം എന്നെ മറ്റേ VD സതീശനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കൂല. KCക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, കേരളത്തിൽ വരുമ്പോൾ എല്ലാ കാലത്തും പിണറായി ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്ന് പറയണം. ഡൽഹി ചെല്ലുമ്പോൾ എല്ലാ കാലത്തും മോദി ആയിരിക്കില്ല മുഖ്യമന്ത്രി എന്ന് പറയണം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരേ വാചകമാണ്. ആളെ പേര് മാറ്റുന്നു, കട്ടൻ പേസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ വേറൊരു കാര്യമില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഈ അവസ്ഥയിലാക്കിയതിൽ വലിയ പങ്ക് വഹിക്കുന്ന ആളാരാണ്? KC ആണ്. KCന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് VD സതീശനെ ശരിക്കും പറഞ്ഞ പ്രതിപക്ഷ നേതാവാക്കിയത്. KCന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പല സ്ഥാനങ്ങളും പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് ദേശീയ നേതൃത്വത്തിലേക്ക് പോകാത്തതെന്ന് വെച്ചാൽ അവിടെ KCക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പൊ രമേശ് ചെന്നിത്തല ചെന്നതുകൊണ്ട് എനിക്ക് കോൺഗ്രസ് നന്നാവുമെന്ന് വെച്ചാൽ അത് അങ്ങനൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആളുകളെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യാതിരിക്കുകയും പലതരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന KC വളരെ അദൃശ്യനായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളോട് ചെയ്യുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന രീതിയുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നശിച്ച് നാറാണക്കല്ലെടുത്തു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ KCയുടെ നിലപാട് തന്നെയാണ്. അല്ല, ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, രമേശ് ചെന്നിത്തല ശരിക്കും VD സതീശനോട് നന്ദി പറയണം. എന്താന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല മാറി VD സതീശൻ വന്നപ്പോഴാണ് എത്രയോ ഭേദമായിരുന്നു എന്ന് ആളുകൾ തിരിച്ചറിയത്. നമുക്കറിയാലോ, അതായത് ലോക്നാഥ് ബെഹ്റ മാറി അനിൽകാന്ത് DGP വന്നപ്പോഴാണ് ലോക്നാഥ് ബെഹ്റ എത്ര മനോഹര എത്ര നല്ല ഇപ്പൊ ശരിക്കും DGP ആരാ? അനിൽകുമാറാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആരാണ് ഇപ്പൊ ശരിക്കും DGP? മറ്റേ പുള്ളിയാണ് നമ്മുടെ ADGP. ADGPക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ DGPയുടെ പവറുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ ടോപ്പിക് അതെല്ലാം കിടക്കുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ തമാശ തോന്നിയത് KM ഷാജഹാനുമായി കഴിഞ്ഞവളെ ഞാൻ സംസാരിച്ചു, ഫോൺ വെച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകം, രതീഷ് എന്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവിനെ നോമിനേറ്റ് ചെയ്തത് പിണറായി വിജയനാണെന്നാണ്. അതായത് പിണറായി വിജയൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല, അതായത് ഹൈക്കമാൻഡ് നോമിനേറ്റ് ചെയ്തതല്ല, പിണറായി വിജയൻ തന്നെ ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് മതി, ഇത് ഗംഭീരനായിരിക്കും എന്ന് പറഞ്ഞ് VD സതീശനെ നേരെ നോമിനേറ്റ് ചെയ്താണെന്നാണ്. അത്ര മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് പ്രതിപക്ഷം നടക്കുന്നത്. കേരളം എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഈ കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടില്ല, അല്ലെ കോൺഗ്രസ് യാതൊരു രാഷ്ട്രീയ ബോധമില്ല എന്ന് മനസ്സിലായ ദിവസം ഇന്നലെ. കാരണം ഇന്നലെ ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടായി. ഇന്നും അതിന്റെ അലലുകൾ ആലപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ ഇന്നലെ അവിടെ അല്ലെങ്കിൽ ഇന്ന് അവിടെ പോയി കുത്തിയിരിപ്പ് നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ സ്ഥിതി മൊത്തം മാറും. പക്ഷെ അദ്ദേഹം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്തി അയാളുടെ അഭിപ്രായം പറഞ്ഞ് അയാൾ കൊല്ലത്തെ ജില്ലാ നേതാവായിട്ടുള്ള ഒരു ആൾ, കോൺഗ്രസിന്റെ ആൾ, അദ്ദേഹം ഓർഗനൈസ് ചെയ്തതാണ് ഈ പ്രതിഷേധമെന്ന് വിചാരിച്ച് കേരളത്തിൽ ഒരിക്കലും ഇല്ലാത്തതും അദ്ദേഹത്തിന്റെ വീട് പിറ്റേ ദിവസം ചെന്ന് ആക്രമിക്കുകയാണ് CPM-കാരായിട്ടുള്ള ആളുകൾ. അങ്ങനെ CPM-കാരെ ആക്രമിച്ചിട്ട് ശരിക്കും അതിന്റെ പുറത്ത് അന്വേഷണം നടത്താൻ നമ്മുടെ പോലീസുകാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകാത്തതിനെതിരെ രാജേഷ് പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ പക്ഷം അവിടുത്തെ SP ഓഫീസിൽ ചെന്ന് കുത്തിയിരിക്കുകയും ഇത് നടപടി എടുത്തിട്ട് ഞാൻ പോകുമെന്ന് പറയുകയും ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തെ രാജേഷ്, ഏതാണ്ട് 4ഓളം മതിലുകൾ പല സ്കൂളിൻ്റെയും പൊടിച്ചു കഴിഞ്ഞു. അവിടെ നിന്നുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് വിരോധം ഉണ്ടാകുന്നുണ്ട്, പ്രക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മുൻനിര നേതൃത്വം ഒരിക്കലും ഏറ്റെടുക്കാൻ
ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന സതീശന് യാതൊരു താല്പര്യവുമില്ല. സതീശന്റെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സതീശൻ വന്നത് പറഞ്ഞിട്ടുണ്ട്, എന്താണ് മറ്റേ മുഖ്യമന്ത്രി ഫാസിസ്റ്റ് ആണ്, അദ്ദേഹം ബാക്കിയുള്ള ആരും പറയുന്നത് കേൾക്കുന്നില്ല എന്ന്. രാജേഷോട് ആരും വരും പറയാം, കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെയും അതുപോലെ ഡോക്ടർ ആർ ബിന്ദുവിന്റെയും സ്വാധീനത്താലാണ് ഗോപിനാഥ് രവീന്ദ്രനെ നിയമിച്ചതെന്ന് പറയുന്ന ഒരൊറ്റ കാരണം, അതും പരമോന്നതമായ സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്ങിൽ കണ്ടെത്തിയതിനു ശേഷം ഗോപിനാഥ് രവീന്ദ്രനെ അസ്ഥിരപ്പെടുത്തുന്നു, ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ആ മാറ്റിക്കഴിയുമ്പോൾ മറ്റേ കെ സുധാകരനോ ആരോ ഒന്നോ രണ്ടോ പേര് പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നു. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് മറ്റേ ഇതിൻ്റെ അടുത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്ന് പറയുന്നു. മുഖ്യമന്ത്രി രാജിവെക്കണ്ട, പകരം ആർ ബിന്ദു രാജിവെച്ചാൽ മതി. ഇന്ന് വരെ രാജേഷ് ഒരു പ്രതിപക്ഷ നേതാക്കന്മാരെ കുറിച്ച് ഏറ്റവും വലിയ വിമർശനം എന്താണ്? ആ വിമർശനം എന്ത് വേണ്ടിയാലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ വളരെ വ്യത്യസ്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു, മുഖ്യമന്ത്രി ഒരു കാരണവശാലും രാജിവെക്കണ്ട എന്ന് പറയുന്ന ഒരു കാര്യം പുള്ളി പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അല്ല, പുള്ളി ഭയന്ന്, അതുപോലെ പുള്ളി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അങ്ങനെ രാജിവെച്ചു വേണ്ട പെട്ടുപോകല്ലോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം ഇവിടെ ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിട്ട് പുതിയൊരു ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ പെട്ടുപോകും എന്നുള്ള പേടിയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ആരെയാണ് ഭയക്കുന്നത്? കോൺഗ്രസ് ഭയക്കുന്നത് കോൺഗ്രസ്സുകാരെ തന്നെയാണ്. കോൺഗ്രസ് ഭയന്ന് എല്ലാ നേതാക്കന്മാരും പുറകോട്ട് പോകുന്നു. ഇത് കണ്ടിട്ട് ജനങ്ങളും പുറകോട്ട് പോകുന്നു. ഇത് ഈ അവസ്ഥ നമ്മളിപ്പോൾ പറയുന്നത് ഒരു 10 വർഷം കൊണ്ടൊക്കെ കോൺഗ്രസ് തീർത്തും ഇല്ലാതായി പോകുന്നതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ 10 വർഷമൊക്കെ നിലനിൽക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. അടുത്ത ഇലക്ഷനോടുകൂടി തന്നെ ചിലപ്പോൾ ഇതിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അല്ല, ഞാനിതൊരു വീഡിയോ ചെയ്തിരുന്നു, തൂങ്ങിച്ചാകാൻ കയറെടുത്ത് കോൺഗ്രസ്. അതാണ് കോൺഗ്രസ്സുകളാ. ഇന്നിപ്പോൾ രാജേഷ് അറിയേണ്ടത് 6 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ വിധിയുമായി ബന്ധപ്പെട്ട് മഹിളാ മോർച്ച എന്ന് പറയുന്ന സംഘടന, BJPയുടെ പോഷക സംഘടന DGP ഓഫീസിലേക്ക് അരച്ചു കയറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിനൊരു വനിതാ സംഘടനയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനൊരു യൂത്ത് കോൺഗ്രസ് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് പിന്നെ നമ്മൾ തെറ്റു പറയുന്നില്ല, കാരണം അവർ മറ്റേ ഫേക്ക് ID കാർഡുകൾ ഉണ്ടാക്കുന്ന തിരക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിശ്രമത്തിലാണ്. ഞാൻ പറഞ്ഞത് ഇത് എവിടെയാണ് രാജേഷ് ഇത്? കാരണം കേരളം വലിയ അധപ്പതനത്തിലേക്കാണ്. മറ്റ് ദക്ഷിണേന്ത്യൻ സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ, കർണാടകത്തിൽ വളരെ കൃത്യമായി ബൊമ്മയുടെ മന്ത്രിസഭക്കെതിരെ അവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യൊക്കെ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. രതീഷ്, എന്തിന് നമുക്ക് ഈ കോൺഗ്രസിന്റെ ഇവിടുത്തെ കുറെ അണ്ണന്മാര് പോയിട്ട് അവിടെ തെലങ്കാന ഇലക്ഷനിൽ ചാർജ് ഉണ്ടായിട്ട് പോയത് കെ മുരളീധരനും അതുപോലെയുള്ള കുറേ ആളുകൾക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടെങ്കിൽ മനസ്സിലാക്കണ്ടേ, ഇവിടെ കോൺഗ്രസ് ഇല്ലാതായി പോയ കോൺഗ്രസിനെ അവർ എങ്ങനെയാണ് അവിടെ തിരിച്ചു പിടിച്ച് വലിയ രീതിയിലേക്ക് ഭരണത്തിലേക്ക് വന്നത് ഒന്ന് ജസ്റ്റ് അവരോടും ചോദിച്ചാൽ മതി. ചേട്ടാ, ഇതെങ്ങനെ, എന്താണ് പരിപാടി? നമ്മുടെ പിന്നിൽ സംശയിക്കാവുന്ന ഒരു കാര്യം രാജേഷേ, നമ്മുടെ ചില ഗവൺമെന്റ് ഉദ്യോഗങ്ങളുണ്ട്, അവിടെ പണിയെടുത്താൽ കാശ് കിട്ടും, പണിയെടുത്തില്ലെങ്കിൽ 5 ഇരട്ടി കാശ് കിട്ടും. അപ്പോൾ എൻ്റെ തോന്നൽ ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന എല്ലാ അഴിമതികളും എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് കുറഞ്ഞാൽ വലിയ തലവേദനയില്ല. കാരണം എന്താ വെച്ചാൽ രാജേഷ് 50% കിട്ടും, എനിക്ക് 30% കിട്ടുമെങ്കിൽ രാജേഷ് ഇനി ഇത് നാളെ പിടിക്കപ്പെട്ടാലോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ രാജേഷ് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.